അപ്പോൾ തന്നെ എഴുതിക്കോളൂ. AD 90-96 ഇടയ്ക്കാണ് ഈ പുസ്തകം എഴുതിയത്. ആമേൻ. AD 90-96 ഇടയ്ക്ക്. പ്രധാന സ്ഥലങ്ങൾ, ഇതിന്റെ പ്രധാന സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒറ്റ നോടത്തി ഓടി വരുന്നതാണ് ഏതാ? പത്മോസ്. ഏതാണ്? പത്മോസ്. അടുത്ത് RCയിലെ 7 സഭകൾ, അതിനോട് ചേർന്ന് തന്നെ കേട്ടോ. RCയിലെ 7 സഭകൾ. പുതിയ യെരുശലേം. അടുത്ത് പ്രധാന വ്യക്തികൾ. യോഹന്നാൻ, യേശു. പ്രധാന വാക്യങ്ങൾ. 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യവും. 1-ാം അധ്യായത്തിന്റെ 3-ഉം 19-ഉം, 11-ാം അധ്യായത്തിന്റെ 15. 11-ാം അധ്യായത്തിന്റെ 15. പ്രധാന മർമ്മപദം. ക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ച് വെളിപ്പാട്. പ്രധാന അധ്യായങ്ങൾ. അധ്യായം 19 മുതൽ 22 വരെ. ഇതിന്റെ പ്രധാന അധ്യായങ്ങളാണ് 19 മുതൽ 20. ആ 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. കണ്ടോ? ഈ തുടക്കം തന്നെ എന്താണ്? ഈ പ്രവചന വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായി ഉണ്ട്. എന്നാൽ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചിട്ട് അതിന് 1-ാമത്തെ വാക്യം പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് ദൈവം അത് അവന് കൊടുത്ത അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിക്കുന്നു. ഒരു പ്രദർശനമാണ്. അതുവരെ ആർക്കും കാണിച്ചു കൊടുക്കാത്ത ഒന്ന് പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാന് സകലതും മറന്നേക്ക് കാണിച്ചു കൊടുത്തു. ഇതെന്തിനു വേണ്ടിയാ നിന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ നിഴലും പൊരുളും എല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. എന്തിനാ അവിടെ കൊണ്ടുവന്നത്? ഒന്ന്, 7 സഭകൾക്ക് വേണ്ടി ദൂത് എഴുതാൻ. നമുക്ക് ആ 7 സഭകളൊക്കെ അറിയാം. 7 സഭകൾക്കുള്ള ദൂതാണ്. 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നു. 1-ന്റെ 19-ാമത്തെ വാക്യം. നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. കണ്ടോ? എല്ലാം ഒന്ന് പ്രദർശിപ്പിച്ച് കൊടുത്തിച്ച് പറയാണ്, ഇതിലുള്ള എല്ലാം നീ എന്ത് ചെയ്യണം? ഒന്നുപോലും വിടാതെ സകലവും എഴുതണം. അവിടെ പേപ്പറോ പേനയോ ഒന്നും ഉള്ള സാഹചര്യം ഒന്നും അല്ല പത്മോസ് ദ്വീപിൽ. അത് എവിടെ നോക്കി എഴുതും? അത് എവിടെ നോക്കി എഴുതാൻ പോകുന്നത്? അതിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന പല വ്യക്തികളെയും കഴുകന്മാർ കടിച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അവിടെ വേറെ ആരുമില്ല. കടകളോ പേനയോ പേപ്പറോ ഒന്നുമില്ല.
ആമേൻ. പിന്നെ എങ്ങനെയാ താൻ എഴുതുന്നത്? സ്തോത്രം. ആമേൻ. ഇതെല്ലാം താൻ ഇങ്ങനെ തന്റെ സ്ക്രീനിൽ ദൈവം കാണിച്ചു കൊടുക്കും, കംപ്ലീറ്റ് കാര്യങ്ങൾ. നമ്മൾ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ചിലപ്പോൾ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ, എല്ലാവരും നമുക്ക് പ്രതികൂലമാകുമ്പോ, ചേർത്ത് പിടിക്കേണ്ടവരും നമ്മെ ഒറ്റപ്പെടുത്തുമ്പോ, പിന്നെ അടുത്ത മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയെങ്കിലും ഒന്ന് ആമേൻ തീർക്കണം, ജീവിതം തീർക്കണം. അടുത്ത സ്റ്റെപ്പ് ഇതാ. പക്ഷെ യോഹന്നാന് വേണമെങ്കിൽ അവിടെ മരിക്കായിരുന്നു. ആ ഒരു ചിന്ത അവനെ ഭരിച്ചിരുന്നെങ്കിൽ അവൻ പോലും പറയണ്ട, അപ്പുറത്ത് കൊത്തുന്ന കഴുകൻ ഓൺ ദ സ്പോട്ടിൽ അവന്റെ ചങ്കിനെ കടിച്ചു പറിച്ചത്. പക്ഷെ അപ്പോഴും ദൈവത്തോട് അവൻ ഒന്നും പറഞ്ഞില്ല. കൊണ്ടുവന്നതെല്ലാം നല്ലതിനെന്ന് മാത്രമാണ് യോഹന്നാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കൂ, ഈ മൂന്നാമത്തെ വാക്യത്തോട് ചേർന്ന്, നമ്മൾ മൂന്നാമത്തെ പ്രധാന വാക്യത്തോട് ചേർന്ന് കുറച്ച് വാക്യങ്ങൾ ഞാൻ തരാം. അതോട് ബന്ധത്തിൽ എഴുതിക്കോളൂ. 22-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 22-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം എഴുതിക്കൊള്ളണം. അടുത്ത ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. 11:28. അടുത്ത യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം, അതിന്റെ 51-ാമത്തെ വാക്യം. അടുത്ത് 1 യോഹന്നാൻ എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം, അതിന്റെ 3-ാമത്തെ വാക്യം. അടുത്ത വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത് 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. റോമാലേഖനം 13:11. ഇത്രയും വാക്യമാണ് ആ 3-ാമത്തെ വാക്യത്തോട് ചേർന്നുള്ള ചില കുറിവാക്യങ്ങൾ. ഇത് നിങ്ങൾക്കൊരു മെസ്സേജിന് ഉപകാരപ്പെടും. ആമേൻ. ഇതോട് ചേർന്നുള്ള ചില വാക്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അടുത്ത് നമ്മൾ വായിച്ച അടുത്ത വാക്യമാണ് 19-ാമത്തെ വാക്യം. 19-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അതില് 2 വാക്യങ്ങൾ തരാം. 19-ാമത്തെ വാക്യത്തിൽ 2 വാക്യങ്ങൾ തരാം. വെളിപ്പാട് പുസ്തകം 1:12. 1:12, 16-3. ഇവിടെ നമുക്കറിയാം, ഇവിടെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. ഇനി എന്താണ് സംഭവിക്കാൻ ഇരിക്കുന്നത്? അപ്പൊ ഇനി ഉണ്ട് സംഭവിക്കാൻ ഒത്തിരി കാര്യങ്ങൾ. ഇനി നിന്റെ മുമ്പിൽ എനിക്ക് വെളിപ്പെടുത്താനുണ്ട്. അതിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സകല ചിന്തകളും എല്ലാം മാറ്റി. ഇപ്പോ നമ്മൾ ഇപ്പൊ പ്രൊഫസർ ഇരിക്കുന്ന ചുറ്റുപാടെന്ന് പറയുമ്പോൾ എനിക്കറിയാം, ഒത്തിരി ആൾക്കാർ, അമ്മ, സഹോദരങ്ങള്, ബന്ധുക്കള്, ചർച്ചക്കാര് എല്ലാവരും ഉള്ള വലിയൊരു സംഭവത്തിനിടയ്ക്ക് ആസ്വദിക്കുന്ന ഒരു ആവശ്യം വന്ന എല്ലാവരും ഓടി വരുന്ന ഒരു സ്ഥലം. എന്നാ യോഹന്നാനും അതേപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എന്തിനാ യോഹന്നാനെ അവിടെ നിന്ന് പൊളിച്ചു മാറ്റിയത്? ഇതുപോലെ ചിലപ്പോഴൊക്കെ നമ്മെ അവരുടെ മധ്യത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി എടുക്കുമ്പോ ചിന്തിക്കണം, ദൈവത്തിന് എന്തോ ഒരു വലിയ കാര്യം നമ്മെ ഏൽപ്പിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? നമ്മെ എന്തോ ഒരു വലിയ സംഭവം നമ്മെ ഏൽപ്പിക്കാൻ ദൈവത്തിന് ഉണ്ട്. അത് എല്ലാവരും കാണുക ഏൽപ്പിച്ച് ശരിയാകത്തില്ല. ഇതെല്ലാം ഏൽപ്പിച്ച് നിവർത്തീകരണത്തിൽ നിന്നെ എല്ലാവരും അറിയും. ഇതാണ് തമ്പുരാന്റെ ഉദ്ദേശം. അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില സങ്കടങ്ങളും വേദനകളും ആമെ നോക്കുമ്പോ, ഈ പുസ്തകം കൂടെ തട്ടിച്ച് നോക്കുമ്പോ, നമ്മളൊന്ന് നോക്കുമ്പോ, ഇതൊന്നും
ഒരു പ്രയാസമുള്ള കാര്യമൊന്നും അല്ല. നമ്മ എന്തൊക്കെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട്. ഞാൻ പറയട്ടെ, ഏറ്റവും ഒരു പ്രശ്നം ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളും സങ്കടങ്ങളും നിറഞ്ഞു വരുമ്പോ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പ്രാർത്ഥിക്കണ്ട എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഇന്നും എന്നോട് ഒരാള് ഇങ്ങനെ സംസാരിച്ച ഒന്നല്ല, അത് ഇന്ന് സംസാരിച്ചതാണ്. എനിക്ക് പ്രാർത്ഥിക്കാനേ കഴിയുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, നിന്റെ പ്രാർത്ഥനയാണ് ശത്രുവിന് പ്രശ്നം. നിന്റെ പ്രാർത്ഥനയെ തട്ടിക്കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങളെല്ലാം നിറവേറും. ആദ്യത്തെ തീരുമാനം, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല. രണ്ടാമത്തെ തീരുമാനം, ഞാൻ ഇനി പള്ളിയിൽ പോകുന്നു. മൂന്നാമത്തെ തീരുമാനം, ഞാൻ ഇനി പ്രസംഗിക്കും. നാലാമത്തെ തീരുമാനം, ഇനി ഒന്ന് മരിച്ചാണ്. ഇത്രയും കാര്യങ്ങൾ 1, 2, 3, 4 എന്നിട്ട് ഈ പുസ്തകത്തിൽ കൂടെ നമ്മൾ പഠിക്കുമ്പോ, യോഹന്നാനിലേക്ക് ഞാൻ ഈ പുസ്തകം വായിച്ച് പഠിത്തുന്നപ്പോ എനിക്ക് മനസ്സിലായി, യോഹന്നാനെ എണ്ണച്ചട്ടിയിൽ ഇട്ടിട്ട് പോലും ചാകാത്തവനെ എടുത്ത് നാട് കടത്തിയ ഒരു കാര്യമുണ്ട്, ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാ. ഒരു സമയത്ത് നിന്നെ കാണുമ്പോ തലവേദന പിടിച്ചവർക്കെല്ലാം പിന്നെ നീ ഒരു എന്തായിരിക്കും, ടൈഗർ ബോംബായിരിക്കും. ടൈഗർ ബോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബല്ല, ടൈഗർ ബോംബ്. നിന്റെ കൈ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ സൗഖ്യം. അത്ര ഒരു ദൈവപ്രവൃത്തി നമ്മുടെ മേൽ ദൈവം വച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആമേൻ. അടുത്ത് നമുക്ക് എഴുതാം ഈ പുസ്തകത്തിലെ സ്ഥിതി വിവര കണക്കുകൾ. സ്ഥിതി വിവര കണക്കുകൾ സത്യവേദ പുസ്തകത്തിലെ 66-ാമത്തെ പുസ്തകം. 66-ാം പുസ്തകം. 66-ാം പുസ്തകം. അധ്യായങ്ങൾ 22. അധ്യായങ്ങൾ 22. വാക്യങ്ങൾ 404. ചോദ്യങ്ങൾ 89. ചോദ്യങ്ങൾ 89. ചരിത്രപരമായ വാക്യങ്ങൾ 53. ചരിത്രപരമായ വാക്യങ്ങൾ 53. നിവൃത്തിയായ പ്രവചനങ്ങൾ 10. നിവൃത്തിയായ പ്രവചനങ്ങൾ 10. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 341. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 341. അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? പതിനൊന്നിന്റെ കാര്യമാണ് വാക്യം. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ഒന്നുകൂടെ വാക്യം വായിക്കാമോ? 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിലൊരു മഹാഘോഷം ഉണ്ടായി. ഓക്കെ, ഇവിടെ 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അപ്പൊ ദൂതന്മാര്
ദൈവത്തിന്റെ കാഹളവുമായി നിൽക്കുന്നത് യോഹന്നാൻ കാണുക. എവിടെ വെച്ചെന്നറിയോ കാണുന്നത്? പത്മോസിന്റെ ദ്വീപിന്റെ അകത്ത് വച്ച് കാണുന്ന വെളിപ്പാടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ വെളിപ്പാടിനകത്ത് നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ 15-ാമത്തെ വാക്യത്തിനകത്ത് നിന്ന് ഒരു 2-3 വാക്യങ്ങൾ തരാം. സ്തോത്രം. അവ 2-3 വാക്യങ്ങൾ. 10-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. 10-6. 10-6. സങ്കീർത്തനം 2-2. 2-2. ലൂക്ക 9-20. ലൂക്ക 9-20. പ്രവർത്തികൾ 4-26. വെളിപ്പാട് 12-10. 12-10. ലൂക്ക 1-33. 1-33. വെളിപ്പാട് 16-17, 19-1. 16, 17, 19-1. യെശയ്യാവ് 27-13. വെളിപ്പാട് എന്ന വാക്കിന്റെ അർത്ഥം അറിയാലോ അല്ലേ? വെളിപ്പാട് എന്ന വാക്കിന്റെ അർത്ഥം മറ നീക്കൽ. മറ നീക്കൽ നമ്മൾ പഠിച്ചതാണ്. മറ നീക്കൽ. അടുത്ത താഴോട്ട് എഴുതാമോ? എങ്കിലും ഉയർത്തെഴുന്നേറ്റവനും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ചിട്ടുള്ളവനുമായ ക്രിസ്തുവിനെ പറ്റി പ്രകടമായ സാക്ഷ്യം. നൽകുന്നതിൽ ഈ ഗ്രന്ഥം മുന്നിട്ട് നിൽക്കുന്നു. ഈ ഗ്രന്ഥത്തിൽ യേശുവിന് നൽകപ്പെട്ടിട്ടുള്ളത് യേശുക്രിസ്തു 1:1. യേശുക്രിസ്തു വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ,
മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ. മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ. ഭൂരാജാക്കന്മാർക്ക് അധിപതി. ഭൂരാജാക്കന്മാർക്ക് അധിപതി. 1:5. 1:5. ആദ്യനും അന്ത്യനും. ആദ്യനും അന്ത്യനും. 1:17. ആദ്യനും അന്ത്യനും. 1:17. ജീവിച്ചിരിക്കുന്നവൻ. ജീവിച്ചിരിക്കുന്നവൻ. 1:18. ജീവിച്ചിരിക്കുന്നവൻ. 1:18. ജീവിച്ചിരിക്കുന്നവൻ. 1:18. ദൈവപുത്രൻ. 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 2:18. 2:18. വിശുദ്ധനും സത്യവാനും. വിശുദ്ധനും സത്യവാനും. 3:7. 3:7. വിശുദ്ധനും സത്യവാനുമായ സാക്ഷി. വിശുദ്ധനും സത്യവാനുമായ സാക്ഷി. സാക്ഷി. ദൈവ സൃഷ്ടിയുടെ ആരംഭം. ദൈവ സൃഷ്ടിയുടെ ആരംഭം. ദൈവ സൃഷ്ടിയുടെ ആരംഭം. ആമേൻ എന്നുള്ളവൻ. ആമേൻ എന്നുള്ളവൻ. 3:14. ആമേൻ എന്നുള്ളവൻ. 3:14. യഹൂദ ഗോത്രത്തിലെ സിംഹം. യഹൂദ ഗോത്രത്തിലെ സിംഹം. ദാവീദിന്റെ വേര്. ദാവീദിന്റെ വേര്. 5:5. 5:5. അറുക്കപ്പെട്ട കുഞ്ഞാട്. അറുക്കപ്പെട്ട കുഞ്ഞാട്. 5:6. അറുക്കപ്പെട്ട കുഞ്ഞാട്. 5:6. വിശുദ്ധനും സത്യവാനും. വിശുദ്ധനും സത്യവാനും. വിശുദ്ധനും സത്യവാനും. 19:11. 19:11. ദൈവവചനം. ദൈവവചനം. 19:13. 19:13. രാജാതി രാജാവും കർത്താതി കർത്താവും. രാജാതി രാജാവും കർത്താതി കർത്താവും. 19:16. രാജാതി രാജാവും കർത്താതി കർത്താവും. 19:16. ആൽഫയും ഒമേഗയും. ആൽഫയും ഒമേഗയും. 22:13. ശുഭ്രമായ നക്ഷത്രം. ഉദയനക്ഷത്രം. ശുഭ്രമായ ഉദയനക്ഷത്രം. 22:16. ശുഭ്രമായ ഉദയനക്ഷത്രം. 22:16. കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു. 22:21. 22:21. 22:21.
ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. എന്ന വാഴ്ത്തത്തോടു കൂടിയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. 21:7 മുതൽ 12 വരെ. 21:7 മുതൽ 12 വരെ. അതെ, ഞാൻ വേഗം വരുന്നു, അതെ, ഞാൻ വേഗം വരുന്നു. ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. ആമേൻ, കർത്താവായ യേശുവേ വരേണമേ. 22:20. എത്രയാണ് സ്ഥിതി വിവര കണക്കുകൾ? ഇത് ഒരു പുസ്തകം തീർന്നു, അടുത്ത പുസ്തകം തുടങ്ങുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തെന്താ വച്ച് തുടങ്ങിയത്? 22 അധ്യായം പറഞ്ഞത് ഇതാ പുതിയ ഭൂമിയും പുതിയ ആകാശവും, അല്ലേ? തുടക്കം. അപ്പോ ഒന്ന് തീർന്നു, അടുത്ത് ഇതാ എല്ലാം പുതിയതായി തീർന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും. പണ്ഡിതന്മാർ പറയുന്നത് ഈ 22-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്കിനോട് ചേർന്ന് പറയുന്നത് എന്താണ്? ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭം, വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനം പറയുന്നത് ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും, സകലതും പുതിയത്. അപ്പൊ എന്താണ്? പഴയ നിയമത്തിലെ ഉൽപ്പത്തി, വെളിപ്പാട് പുസ്തകം 22-ലെ ഉൽപ്പത്തി, തുടക്കവും പഴയ നിയമത്തിലെ തുടക്കവും പുതിയ നിയമത്തിലെ അടുത്തൊരു തുടക്കവും. അതാണ് ഇതിനെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി നമുക്കിതിന്റെ ഒരു വാക്യം നമുക്ക് വായിച്ച് മുമ്പിലോട്ട് പോകാം. 2-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 7ഉം 8ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. സ്മുർമയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. വായിച്ചോളൂ, താഴോട്ട് വായിച്ചോളൂ. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവുമായി അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. ഇവിടെ താങ്ക് യു കർത്താവേ. ഇവിടെ ആ 7, 8, 9, 10 വാക്യങ്ങളിലേക്ക് നമ്മൾ 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോഴും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സഭയുടെ ദൂതൻ എഴുതുക എന്നുള്ള നമ്മൾ കാണുന്നു. ഇവിടെ പറയുന്നത് നീ സഹിക്കാനുള്ളത് എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട എന്നും പറയുന്നു. പിന്നെ അടുത്തിവിടെ പറയുന്നത് 9-ാമത്തെ വാക്യം പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനായിരിക്കുന്നതും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ ഒന്നുകൂടെ വ്യക്തമായി അവിടെ പറയുകയാണ്. എന്നിട്ട് താഴോട്ട് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്തെന്നാൽ
അടുത്ത് പറയുന്നത് അറിയാമോ? ലാസ്റ്റ് തീരുന്നത്, ഞാൻ അവൻ ജീവകിരീടം നിനക്ക് തരും. കാരണം ഇത്രയും 7 മുതലുള്ള ഭാഗങ്ങൾ നീ കണ്ടതും സഹിച്ചതും നീ അനുഭവിച്ചതും നീ ഇപ്പോഴുള്ളതും വരുവാനുള്ളതും സകലത്തിന്റെ മേലുമുള്ള നീ എല്ലാ കഷ്ടതയിൽ കൂടെ കടന്നു പോയത് കൊണ്ട് ഞാൻ നിനക്ക് തരാൻ പോകുന്നത് ജീവകിരീടമാണ്. എന്നാൽ ആ അതേ വാക്യത്തിൽ തന്നെ പറയുന്നതാണ്, പിശാച് നിങ്ങളിൽ ചിലരെ എന്ത് ചെയ്യുന്നു? തടവിലാക്കാൻ പോകുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരെ എന്ത് ചെയ്യുന്നു? തടവിലാക്കാൻ പോകുന്നു, പുറത്തു വരാൻ കഴിയാതെ. തടവിൽ ഉദ്ദേശിക്കുന്നത് ജയിലറ മാത്രമല്ല, പലതിലും തടവിലായി പോകും. ആമേൻ. ഭവനത്തിനകത്തുള്ള തടവ്, ആമേൻ. സഭകൾക്കകത്ത്, സമപ്രായക്കാരുടെ മധ്യത്തില്, ദേശങ്ങളില്, നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഔദ്യോഗിക സ്ഥാനങ്ങളില്, നമ്മൾ നിൽക്കുന്ന ശുശ്രൂഷ മേഖലയിൽ, അങ്ങനെ എല്ലാ ഭാഗത്തിൽ കൂടെയും നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ നിൽക്കുന്ന ചിലരെ അവർ സാത്താന്റെ പള്ളിക്കാർ അവരെ എന്ത് ചെയ്യുന്നു? ആമേൻ. ഇവരെ തടവിലാക്കാൻ വേണ്ടി പോവുകയാണ്. ആമേൻ. എല്ലാ കാര്യങ്ങളും ആമേൻ യോഹന്നാന് കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് വരുന്ന വാക്യത്തിൽ, ആത്മാവ് സഭകളോട് പറയുന്നത് ആമേൻ എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്ത് പറയുന്ന വാക്ക് കേട്ടോ, ജയിക്കുന്നവന് രണ്ടാമത്തെ മരണത്തിൽ ദോഷം വരികയില്ല. ആമേൻ. ജയിക്കുന്ന എന്ത് വരത്തില്ല? രണ്ടാമത്തെ മരണത്തിൽ അവരെന്തുണ്ടാകത്തില്ല? ദോഷം വരത്തില്ല. കാരണം അവൻ ഈ അനുഭവിക്കേണ്ട എല്ലാം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. 10ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരേണ്ടിയുണ്ട്, ദാനിയേലിന്റെ പുസ്തകം വരേണ്ടിയുണ്ട്, മത്തായി സുവിശേഷം, എബ്രായ ലേഖനം, യാക്കോബിന്റെ ലേഖനം, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പറഞ്ഞുതരാം. ഉൽപ്പത്തി പുസ്തകം 24ാമത്തെ അധ്യായത്തിന്റെ 55ാമത്തെ വാക്യം കൂടി എഴുതിക്കോട്ടെ. 24ന്റെ 55. ദാനിയേലിന്റെ പുസ്തകം 1:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ എഴുതിക്കൊള്ളണം. പിന്നെ മത്തായി സുവിശേഷം 24ന്റെ ആമേൻ 9ാമത്തെ വാക്യവും വെളിപ്പാട് പുസ്തകം 12ന്റെ 11. ഒന്നുകൂടി മത്തായി പറയുക. സുവിശേഷം ഏതാ പറയണ്ട? ഇപ്പൊ പറഞ്ഞതാണോ? അതെ, ഇപ്പൊ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ദാനിയേൽ 1:12 മുതൽ 14 വരെ, മത്തായി സുവിശേഷം 24ന്റെ 9. അടുത്ത് പറഞ്ഞത് വെളിപ്പാട് 12ന്റെ 11. 12ന്റെ 11. മത്തായി സുവിശേഷം 10ന്റെ 22. എബ്രായ ലേഖനം 3 അതിന്റെ 5ഉം 6. എബ്രായ ലേഖനം 3 അധ്യായം അതിന്റെ 5ഉം 6. യാക്കോബ് 1:12. യാക്കോബ് 1:12. ഒന്നിന്റെ 12. ഒന്നിന്റെ 20 ഒന്ന് വായിക്കാമോ? 1:20. ഒന്നിന്റെ 20. വെളിപ്പാടാണോ പാസ്റ്റർ? അതെ അതെ, വെളിപ്പാട് 1:20. സോറി, വെളിപ്പാട് 1:20. എന്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. കേട്ടോ, ഇവിടെ നീ കണ്ടത് എന്ത് ചെയ്യണം? എഴുതണം. മാത്രമല്ല 7 സഭകളുടെ ദൂതന്മാർ. ഇതിനകത്ത് 1ാമത്തെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് 7 സഭകളുടെ
ദൂതന്മാർ. ഈ 7 നക്ഷത്രം ഏതാകുന്നു? 7 ദൂതന്മാരാകുന്നു, 7 സഭകളാകുന്നു. സ്തോത്രം. അത് വ്യക്തമായി 1:20 പറയും. 1:20 തന്നെ പറയുന്നത് 7 സഭകളുടെ ദൂതന്മാർ, അല്ലെങ്കിൽ സഭകളുടെ ദൂതന്മാർ. അടുത്ത് പറയുന്നത് 2:3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഒന്ന് വായിച്ച് 2:3. നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അവിടെ 3 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അവിടെ പറയുന്നത് എഫെസോസിലെ സഭയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 2:3. അടുത്ത 2:3, 4 ഒന്ന് വായിച്ച്, 4 വാക്യം ഒന്ന് വായിച്ച്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. അവിടെ യോഹന്നാൻ കണ്ടിട്ട് പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം എന്ത് ചെയ്തു? നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം കൂടെ എഫെസോസ് സഭയെ കുറിച്ച് പറയാനുണ്ട്. ഇതെല്ലാം കാണുന്നത് പത്മോസ് ദ്വീപിൽ കിടന്ന ഈ എഫെസോസ് സഭയെ കുറിച്ച് അവൻ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. 4 വാക്യത്തിൽ യിരെമ്യാവിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം ഒന്ന് എടുക്കാമോ? യിരെമ്യാവ് 2 അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് എടുക്കാമോ? സ്തോത്രം. യിരെമ്യാവിന്റെ പുസ്തകം 2 അതിന്റെ 2-ാമത്തെ വാക്യം. നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ആമേൻ. ഇവിടെ പ്രവാചകനാകുന്ന യിരെമ്യാവിനോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ശുശ്രൂഷയിലും ഇടപെട്ടു. ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ചില പദങ്ങൾ നമുക്ക് പൗലൂസിന്റെ ലേഖനങ്ങളിലും കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ നോക്കൂ, 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എഫെസോസ് സഭയെ കുറിച്ച് പറയുക, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ സഭ ആരാണ്? എഫെസോസ് സഭ. ആദ്യ സ്നേഹം വിട്ടുപോയി. സ്തോത്രം. അപ്പോ അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. 2:6 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 2:6 ഒന്ന് വായിക്കാമോ? എങ്കിലും നിക്കോലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. ആമേൻ. എങ്കിലും നീ നിക്കോലാവ്യരുടെ നടപ്പിന് നീ എന്ത് ചെയ്യുന്നു? നീ പകയ്ക്കുന്നു എന്നുള്ള ഒരു നന്മ നിനക്ക് ഉണ്ട്. ഈ എഫെസോസ് സഭ ചിലതിനെയൊക്കെ കട്ടായം വിലക്കിയിട്ടുണ്ട്. ചിലതിന് മാത്രമാണ് ഒരു വിലക്കുമില്ലാതെ ഇപ്പോൾ സഭകളെ പോലെ. ചിലതൊക്കെ കൃത്യമായിട്ട് താൻ വിലക്കി മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ സഭയോട് ഒരു നന്മ കൂടെ ചില നടപ്പിനെ പകയ്ക്കുന്നത് കൊണ്ട് ഞാൻ നിന്നൊരു നന്മ കാണുന്നു. സ്തോത്രം. അതിന്റെ 10 ഒന്ന് വായിക്കാമോ? അടുത്ത സഭ അതിന്റെ 10. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഇത് സ്ഫുർണ എന്ന സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് നമ്മളിവിടെ വായിച്ചത്. നീ എന്താണ്? 10 ദിവസം അവൻ ഉപദ്രവം ഉണ്ടാകുന്നത് എന്ന് സഭയ്ക്ക് പറയുകയാണ്. നീ എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട, നിന്നെ ഞാൻ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഈ സഭയെക്കുറിച്ച്
പറയുന്ന ഒരു വെളിപ്പാടാണ്. നിനക്ക് സഹിക്കേണ്ടി വരും. ചിലപ്പോഴൊക്കെ ചില സമയങ്ങളില് മനുഷ്യൻ തന്നെ നിന്നെ പരീക്ഷിക്കുന്നത് പോലെ നിനക്ക് തോന്നിയെന്ന് വരാം. പക്ഷെ അവിടെ എല്ലാം നീ ഒന്ന് കൃത്യമായി മുമ്പിലോട്ട് പോയാൽ സഭയെ ഞാൻ നിന്നെ എന്ത് ചെയ്യാം? നിനക്ക് ഞാൻ ഒരു കിരീടം തരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്ത് ചെയ്യണം? നീ എങ്ങനെ ചെയ്യണം? മരണപര്യന്തം എന്ത് ചെയ്യണം? ഒരു വിശ്വസ്തനായിരിക്കണം. എങ്കിൽ മാത്രം നിനക്കൊരു കിരീടം കിട്ടും. പ്രൈസ് ദി ലോർഡ്. നമ്മളും അങ്ങനെയല്ലേ? എന്തൊക്കെ സഹിച്ചാലും, എന്തെല്ലാം വേദന വന്നാലും, എന്തെല്ലാം വിഷമം വന്നാലും നമ്മൾ എന്ത് ചെയ്യും? സഹിച്ച് കർത്താവിന് വേണ്ടി മുൻപിലോട്ട് യാത്ര ചെയ്യും. എന്ത് പ്രശ്നം വന്നാലും. അതാണ് ഒരു ദൈവത്തിന്റെ പൈതലിന് വേണ്ടത്. അതാണ് അവർ തികഞ്ഞ ദൈവസ്നേഹം എന്ത് ചെയ്യും? ഭയത്തെ പുറത്താക്കും. അപ്പൊ എന്താ വരേണ്ടത്? നമ്മളില് എന്നിൽ നിങ്ങളിൽ വരേണ്ടത് എന്താ? തികഞ്ഞ ഒരു ദൈവസ്നേഹം. ഇന്നലെ അഭിഷക്തൻ പഠിപ്പിച്ചതുപോലെ ഒരു കാര്യം വ്യക്തമായി ഞാൻ കുറെ സമയം ചിന്തിച്ചു. ആ ഭാഗം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. കുറച്ച് ഭാഗം ഞാൻ കുറെ സമയം കണ്ണടച്ചിങ്ങനെ ഇരുന്നു രാത്രിയിൽ. കാരണം ആ ഒരു ഭാഗം നിങ്ങൾക്ക് എത്ര മനസ്സിലായെന്ന് അറിയത്തില്ല. പൗലൂസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. ആ ഭാഗം എന്നെ വല്ലാണ്ട് പിടിച്ച് കുലികളായി. കാരണം സാർ ഇത്രയും വർഷം ക്ലാസ് എടുത്തതില് ഇന്നലത്തെ ആ ഒരു ചില ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ചിലപ്പോ അത് ഉപവാസ പ്രാർത്ഥനയാണോ എന്നോടുള്ള ദൂതാണോ എന്നൊക്കെ ചിന്തിച്ചു. പൈസലോ ചില സമയങ്ങളിൽ എപ്പോഴും അങ്ങനെ വരത്തില്ല. ചില സമയങ്ങളിൽ അടുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? എന്താ അദ്ദേഹം പറഞ്ഞത്? പൗലൂസ് ജീവിച്ചത് ആർക്ക് വേണ്ടി എന്നറിയാമോ? ക്രിസ്തുവിന് വേണ്ടി. എല്ലാം ബാക്കി അവന്റെ കണ്ണിന് മുമ്പിലുള്ള വിദ്യാഭ്യാസവും അവൻ പഠിച്ചിരുന്ന അറിവും ജ്ഞാനവും സകലവും അവൻ എന്ത് ചെയ്തു? ചപ്പൊന്നും ചവറന്നു എണ്ണി. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്, പിന്നെ മരിക്കുന്നെങ്കിൽ ലാഭം. അല്ലെ? ഈ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കാമെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡിൽ എന്ത് പ്രയാസം വന്നാലും നോ, എന്നെ അല്ല അതല്ലേ നമ്മൾ ചില നമ്മുടെ മത്തായി സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുന്നതിലും ചില സുവിശേഷ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ? ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ പുസ്തകത്തിൽ പല ഭാഗത്തും ഉണ്ട്. എന്താ പറയുന്നത്? സഭാപ്രസംഗി പറയുന്നത് ഇങ്ങനെയാണ്: കിളിവാതിൽ കൂടെ നോക്കുന്നവന്റെ കണ്ണ് അന്ധമാകുന്നു പറയുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ആമേൻ, നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നവൻ നിന്നെയല്ല, പിന്നെ എന്നെയാണ് തൊടുന്നത്. അടുത്ത് പറയുന്നത് എന്താണ്? അവന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തോട്ടറിയത്ത കാക്ക എന്ത് ചെയ്യും? കൊത്തിപ്പറിക്കും. പല ഭാഗത്ത് പല വ്യത്യസ്തമായ തലങ്ങളിൽ. ഇതെല്ലാം ആരെ സൂചിപ്പിക്കുന്നു? രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ ഒരു ഭയങ്കര പദ്ധതികളാണ് പുതിയ നിയമത്തിനകത്ത് ആമേൻ തന്റെ ഭക്തന്മാരിൽ ദൈവം കൊടുത്തിരിക്കുന്ന ദർശനം ചെറുതല്ല, വലിയ ദർശനങ്ങളാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണമേ. ആമേൻ. അപ്പോ ഈ സഭയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അടുത്ത് നോക്കിയേ, ആമേൻ. അടുത്ത നമ്മള് 13ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 2:13. ഉള്ളവൻ നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. കണ്ടോ? ഇവിടെ 2ാമത്തെ ആമേൻ അധ്യായത്തിൽ നമ്മൾ വായിച്ചു വന്ന ഭാഗം, ആമേൻ, ഈ 2ാം അധ്യായത്തിന്റെ 13ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ആത്മീക ദൂതുകൾ അവിടെ ആമേൻ പറയുന്നുണ്ട് സഭകളെ പറ്റി. ആമേൻ. ഈ സഭകളെ പറ്റി തന്നെ പറയുമ്പോൾ അതിന് 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാകാം. 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പെർഗമേസിലെ സഭയുടെ ദൂതന് എഴുതുക: മൂർച്ചയേറിയ ഇരുവായ് തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. കണ്ടോ? ഈ സഭയ്ക്ക് നീ എഴുതുമ്പോ തന്നെ അവിടെ മറ്റിതര ഭാഗത്തില്ലാത്ത ഒന്നുണ്ട്. മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള
വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ആമേൻ. എന്തുണ്ടവൻ? ഇരുവായ് തലയുള്ള മൂർച്ചയുള്ള വാൾ ഉള്ളവനാണ് ഇത് നിന്നോട് പറയുന്നത്, സഭയോട് അല്ലെങ്കിൽ അറിയിക്കുന്ന ഒരു ദൂത്. ആ 13-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു 2 വാക്യം ആമേൻ തരാം. 2 വാക്യം. അത് വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യവും, വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യവും. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 22-ന്റെ 20. 22-ന്റെ 20. വെളിപ്പാട് പുസ്തകം 1-ന്റെ 5. വെളിപ്പാട് പുസ്തകം 1-ന്റെ 5. 11-ന്റെ 3. 17-ന്റെ 6. 11-ന്റെ 3, 17-ന്റെ 6. 1 തീമോത്തി 5-ന്റെ 8. 1 തീമോത്തി 5-ന്റെ 8. അതിന്റെ 2-ന്റെ 16 കൂടെ ഒന്ന് വായിക്കാമോ? 2-ന്റെ 16 കൂടെ. കൊണ്ട് അവരോട് പോരാടും. ഒന്നുകൂടെ വാക്യം വായിക്കാമോ? 15-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം. ആകയാൽപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അപ്പൊ കൈയല്ല വാള്, പിന്നെ എവിടെയാ? വായിലാണ് വാള്. ഇവിടെ പറയുന്നത് 16 വാക്യം. ആകയാൽ മാനസാന്തരപ്പെടുക. സഭയോട് പറയുക, സഭയോട് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. നിങ്ങളുടെ പോക്ക് ശരിയല്ല, മാനസാന്തരപ്പെടുക. അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. അടുത്ത സഭയിലേക്ക് വരുന്നത് 18-ാമത്തെ വാക്യമാണ്. അടുത്ത സഭയിലേക്ക് വരുന്നത് 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോ തന്നെ വായിച്ചേ. 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. കണ്ടോ? തുയന്താരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. അപ്പൊ ഈ 7 സഭയ്ക്കകത്തും വ്യത്യസ്തമായ തലത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൊടുക്കുന്നത്. സ്തോത്രം. 1 ഇരുവായ്ത്തലയുള്ള വാള്, 2 വായിൽ നിന്ന് പുറപ്പെടുന്ന വാള്, 3 അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. ശ്രദ്ധിക്കണം, ഇവിടെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും ആമേൻ വെള്ളോട്ട് സദൃശ രൂപമുള്ള കാലും ഉള്ളവൻ ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. കണ്ടോ? അവിടെ ദൈവത്തിന്റെ പുത്രനാണ് അരുളി ചെയ്യുന്നത്. എന്താണ്? ആമേൻ, സ്തോത്രം. നീ എന്ത് ചെയ്യണം? സഭ ഒന്ന് ആമേൻ ഓർത്ത്, അല്ലെങ്കിൽ സഭ ഒന്ന് ആമേൻ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. 19-ാം വാക്യം വായിക്കും, കുറച്ചുകൂടെ വ്യക്തമാകുന്നു. 19-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. കണ്ടോ? ഞാൻ നിന്റെ എന്ത് ചെയ്യുന്നറിയുന്നു? പ്രവൃത്തി അറിയുന്നു. നിന്റെ സഹിഷ്ണുത, ആമേൻ, വിശ്വാസം, ശുശ്രൂഷ എല്ലാം അറിയുന്ന ഒരു ദൈവം, സകലത്തെയും അറിയുന്നവൻ, സകലത്തിന്റെ മേലും അധികാരമുള്ള ഒരു ദൈവമാണ് സഭയെക്കുറിച്ച് ദൂത് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ ഈ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതും അല്ലെങ്കിൽ എഴുതിയതുമായ ചില കാര്യങ്ങൾ ഇതാണ്. ദൈവം നമുക്ക് തരുന്ന ചില സമയങ്ങളുണ്ട്, ചില സമയങ്ങൾ. ആ സമയത്തിനകത്ത് ഇപ്പോ സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വരുന്ന ഒരു കുട്ടി കറക്റ്റ് 3 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ആ കുട്ടി വീട്ടിൽ എത്ര മണിക്ക് എത്തും എന്നുള്ള കാര്യം കൃത്യമായിട്ട് വേറെ ആർക്കും അറിയണമെങ്കിലും അതിന്റെ അപ്പനും അമ്മയ്ക്കും അറിയാം. അപ്പന് അറിയില്ലെങ്കിലും അമ്മ കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കുന്നു. ഇതുപോലെ
സഭയിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന ഒരു ദൈവമുണ്ട്. സഭയെ ഉയർത്തുന്നത് മനുഷ്യനല്ല, സഭയെ ഉയർത്തുന്നത് കമ്മിറ്റിക്കാരോ സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ല, സഭയെ വളർത്തുന്നത് ദൈവമാണ്. കാരണം സഭയെ ചങ്കില ചോര കൊടുത്ത് വാങ്ങിയത് ഈ പറയുന്ന പ്രസിഡന്റുമാരും ഉപദേശിമാരും ആരുമല്ല. അവർ കേവലം അതിനെ നോക്കാനുള്ള ഒരു വേലക്കാരൻ മാത്രമാണ് ഈ സഭയിലാക്കി വച്ചിരിക്കുന്ന വ്യക്തികൾ. അത്രയും പറഞ്ഞ ആ ഭാഗത്തെ വിടുകയാണ്. അതുകൊണ്ട് സഭ വളർത്തുന്നത് വ്യക്തികളല്ല, ദൈവമാണ്. ദൈവം സഭയോട് പറയുന്നത് സഭ അനുസരിച്ച് കഴിഞ്ഞാൽ ദൈവം കിഴീത്ത് തോട്ടിന് അരിയിലിരുന്ന ഏലിയാവിനെ കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുത്ത് പോഷിപ്പിച്ചതുപോലെ സഭയെ വളർത്താൻ ദൈവത്തിന് കഴിയും. ദൈവം സഭയെ വളർത്തും. പ്രൈസ് ദി ലോർഡ്.